ഹലോ. ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു തട്ടിക്കൂട്ടി കേക്ക്. 10 മിനിറ്റുള്ള കേക്ക് ഉണ്ടാക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഈ ഒരു ടേബിൾ സ്പൂണും ഒരു മെഷറിംഗ് കപ്പും മതി. ഫസ്റ്റ് ഓഫ് ഓൾ 4 മുട്ട എടുക്കുന്നുണ്ട്. മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുക. ഒരു ബൗളിൽ യോക്ക് ഇടുക, ഒരു ബൗളിൽ വൈറ്റ് ഇടുക. അങ്ങനെ 4 എടുക്കുക. എല്ലാവരുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ 4 മുട്ട എടുത്ത 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുക. 3 മുട്ടയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു. ഇനി 4 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അത് ഒഴിക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഒരു ടേബിൾ സ്പൂൺ ഇല്ലെങ്കിലും അതിന് ഇത്തിരി താഴെ, ആ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ആ ഷുഗർ മെൽറ്റ് ആവണ വരെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ പഞ്ചസാരയുടെ തരികളൊന്നും ഇല്ല, ഷുഗർ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ മാംഗോ കേക്ക് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ മാംഗോയുടെ പൾപ്പ് ഇടുന്നുണ്ട്. മാംഗോനെ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് ഷുഗർ മാത്രം ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കില്ലേ, അതൊരു ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി വേണ്ടത് 1 കപ്പ് മൈദ. അതിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ടാൽ കട്ട കുത്തും. കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരേ ഡയറക്ഷനിൽ കറക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ വീട്ടിൽ ചായ കൊടുക്കുന്ന കപ്പില്ലേ, അതായാലും മതി. അങ്ങനെ നമ്മൾ മൈദ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കണ്ടോ. ഇതേമാതിരി ഒരു ഡയറക്ഷനിലേക്ക് തന്നെ കറക്കണം, ഞാൻ പ്രത്യേകം പറയാണ്, അല്ലെങ്കിൽ കട്ട കുത്തും. പിന്നെ എഗ്ഗ് വൈറ്റില്ലേ, അതിനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വേണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല, മിക്സിയിലൊന്നും ശരിയാവില്ല. ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കാം. എനിക്കൊരു പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, മടി പിടിച്ചുണ്ടാക്കിയ ലേസി കേക്ക് ആയതുകൊണ്ട് ഷുഗർ പൊടിച്ചെടുക്കാൻ മടിയായിട്ട് ഞാൻ ഷുഗറിനെ പൊടിച്ചില്ല. ഷുഗർ തരിയോടുകൂടിയാണ് ഇട്ടത്. അതും 1 കപ്പ് കേട്ടോ. അതും ഇതേമാതിരി കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. കുറച്ചായിട്ടിട്ട് പൊടിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റില്ലേ നല്ല സ്റ്റിഫായി കിട്ടും. ഞാൻ പൊടിക്കാണ്ട് ഇട്ടത് കൊണ്ട് ഇത്തിരി ലൂസായി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബൂം വന്നിട്ടുണ്ട്. നല്ല ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റിഫ് അത്ര ആയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ പൊടിച്ച് പഞ്ചസാര തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ എഗ് വൈറ്റിനെ ഈ നമ്മുടെ മാവില്ലേ അതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. മൈദയില്ലേ, മൈദയും എഗ് യോഗോട്ട് ബീറ്റ് ചെയ്തില്ലേ, അതിലേക്ക് കുറച്ചായിട്ട് ഇതേമാതിരി ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒറ്റയടിക്കിടരുത്, ഒരുപാട് സ്പീഡിലും ചെയ്യരുത്. ഒരുപാട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൊങ്ങി വന്നതൊക്കെ താന്നു പോകും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എഗ് വൈറ്റ് വെള്ളയും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാം. കൈ എടുക്കാണ്ട് മിക്സ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല, മിക്സ് ചെയ്യാം. ഒരേ ഡയറക്ഷൻ, ഞാൻ പ്രത്യേകം പറയണം, ഒരേ ഡയറക്ഷൻ. ഇപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിനെ ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്രീസ് ചെയ്തിട്ട് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലും ഇട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട്, ബട്ടർ പേപ്പർ ഇല്ല, ഉണ്ട്, എനിക്ക് കട്ട് ചെയ്യാനൊക്കെ മടിയായിട്ട്. പിന്നെയും കട്ട് ചെയ്തിട്ട് അടിയിലും സൈഡിലും വെക്കുക, അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഫുൾ ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ ഓവൻ സെറ്റപ്പ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ചരുവില്ലേ അത്. ഇതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്ക് ചെയ്യാൻ ഈ പ്രോസസ്സ് ബേക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, വെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ മാംഗോ കേക്കല്ലേ, മാംഗോ എടുക്കുന്നുണ്ട്, നാരില്ലാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ.
മാംഗോ പീസസിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷല്ല, നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ഇല്ലാണ്ട് ജസ്റ്റ് ആ മാംഗോ പൾപ്പ് മാത്രം എടുക്കുക. ഷുഗർ ഇട്ടിട്ട് നല്ലോണം അതിനെ മിക്സാക്കി എടുക്കുക. ഇതിന്ന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം കേക്കിൻ്റെ മിക്സിയിലിട്ടില്ലേ അത്. നല്ലോണം മിക്സ് ചെയ്യുക. ആ ഷുഗറൊക്കെ മെൽറ്റായി ഇതേമാതിരി ഇങ്ങനെ ബബിൾസൊക്കെ വരും. ഒന്ന് കുറുകി വരട്ടെ. പിന്നെ കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് മാംഗോ വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാംഗോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ ഇതിൽ ഒഴിച്ച് കൊടുക്കാം, ഒരു പുളിക്ക് വേണ്ടി. ഇങ്ങനെ ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുറുക്കി എടുക്കില്ലേ, ഇതിൽ ഇനി വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ സൂപ്പർ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാംഗോ ഷേക്കില്ലേ, മാംഗോ എന്ന് പറഞ്ഞ ഫ്രൂട്ടി ഇല്ലേ, ഷേക്കല്ല, മായുടെ ടേസ്റ്റൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഫൈബറൊന്നും ഇല്ലെങ്കിൽ കൂടി ഒന്ന് അരിച്ചെടുത്ത് നല്ല സിൽക്കി ടെക്സ്ചറായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഇത് വെറുതെ കഴിക്കാൻ. പിന്നെ കുറച്ച് ഇതിനെ ഞാൻ മറ്റേ ഫില്ലിങ്ങിനായിട്ട് വേണ്ടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കേക്ക് ഒന്ന് ചുങ്ങി കേട്ടോ. കുറച്ച് നേരം പുറത്തിരുന്നപ്പോഴേക്കും ആ പൊങ്ങി വന്നതൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. കുഴപ്പമില്ല, കാരണം നമ്മൾ ബേക്കല്ലല്ലോ ചെയ്തത്. അടിയിൽ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടല്ലേ കുക്കാക്കി എടുത്തത്. പിന്നെ എന്തിനാ സ്ലൈസ് ചെയ്യാം. കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3 ലെയേഴ്സ് ആക്കാം. ഞാൻ ഇക്കാലത്ത് പറയാൻ വിട്ടുപോയി. 2 ലെയർ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. ശരി, കുഴപ്പമില്ല. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീം. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പോളം. ഞാൻ മെഷർ ചെയ്തില്ല, ഞാൻ അതിൻ്റെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളെ കേക്ക് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ടൂൾസൊക്കെ എവിടെ ഇരിക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എല്ലാം അവിടെ ഇടയ്ക്കായിട്ട് മിസ്സായി കിടക്കുക. ക്രീം വിപ്പായിട്ടുണ്ട്. അതിലേക്ക് മാംഗോയുടെ പൾപ്പില്ലേ, അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിന് നല്ലൊരു ഫ്ലേവറായി, കേക്ക് നല്ല ഫ്ലേവറായി. കേക്ക് സോക്ക് ചെയ്തിട്ടോ. ഈ മാംഗോയുടെ ഇത് ഫില്ലിങ് വെച്ചിട്ട് തന്നെ, മാംഗോ ജ്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത്, ഇനി ഫില്ലിംഗ് ആയിട്ട് മാംഗോ കട്ട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയിൽ ഈ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു കേക്കിലൊരു പ്രത്യേകതയാണ്. കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. എനിക്ക് തോന്നും കേട്ടോ. ഈ സൈഡിലൊക്കെ ഇതാക്കി കൊടുക്കുന്നുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസിങ് ചെയ്യുന്നുണ്ട്. ഒരു കൈ വെച്ച് ഫില്ല് ചെയ്യാൻ, വീഡിയോ എടുക്കാനും ഇതാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സ്ക്രേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കംപോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ മാംഗോയുടെ വലിയ സ്ലൈസിനെ ഇങ്ങനെ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ഫ്ലവർ മാതിരി, നമ്മുടെ ഡെക്കറേഷൻ മാതിരി ചെയ്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം മാതിരി. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഒരു ദിവസം വെച്ച് അത്രയും നല്ലത്. അടച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മണമൊക്കെ കിട്ടും. എൻ്റെ മോന് ഒരു ക്ഷമയില്ല കട്ട് ചെയ്യാനായിട്ട്. തണുപ്പ് പോകാൻ വേണ്ടി കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അവൻ തന്നെയാണ് കട്ട് ചെയ്തതും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ. ആ പ്രൊസീജിയർ ടേസ്റ്റ് ചെയ്യാനും. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിലത്തെ മാംഗോ സീസൺ അല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു